ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. മുടിയുടെ അറ്റത്തേക്ക് ഒന്നുമില്ല, ഉള്ള കട്ടി മൊത്തം പോയി, നീട്ടം മാത്രമേ ഉള്ളൂ, പൂച്ചവാല് പോലെ കിടക്കുകയാണ് കേട്ടോ. ഒറ്റ ആഴ്ചയും കൊണ്ട് കൊഴിഞ്ഞ മുടിയാണ് കേട്ടോ. ഇത് കെട്ടായിട്ടാണ് കേട്ടോ പൊഴിഞ്ഞു പോകുന്നത്. ചെറുക്കൻ പിള്ളേരുണ്ടായിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയുന്നറിയാം, പക്ഷേ ഇതുപോലെ കൊഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. എന്തായാലും മൊത്തം കൊഴിഞ്ഞ് തീർന്നു. അപ്പോൾ പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ചു. ഒപ്പമെങ്കിലും വൃത്തിയായിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചതാണ്. ഞാൻ നേരെ മണ്ണാർക്കാട് ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഹെയർ കട്ട് ചെയ്യുന്ന ചേച്ചി വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പോയതല്ലേ ഒന്ന് ത്രെഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ത്രെഡ് ചെയ്യുന്നത്. എനിക്ക് വേദന സഹിക്കാനേ പറ്റില്ല, ഞാൻ കരയും. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. പിന്നെ വേഗം തന്നെ ആ ചേച്ചി ത്രെഡ് ചെയ്ത് തന്നു. അപ്പോൾ അമ്മ ഇന്ന് വരെ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മേനെയും പിടിച്ചിരുത്തി ആ ത്രെഡിങ്ങിൻ്റെ സുഖം എന്താണെന്ന് അറിയാം, എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. അമ്മയും കുറച്ച് നേരം അയ്യോ ഭയങ്കര വേദനയാണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ പുരുകം ഒന്ന് ത്രെഡ് ചെയ്ത് വിട്ടു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേഗം ഇറങ്ങി അടുത്തൊരു പാർലറിലേക്ക് പോയിട്ട് കയറിയിട്ടോ. അവിടെ ചെന്നിട്ട് ആ ചേച്ചിയോട് പറഞ്ഞു ഹെയർ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ലെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയത്. പക്ഷേ ചേച്ചി പറഞ്ഞു അയ്യോ വേണ്ട, പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മുടി കൊഴിച്ചിലല്ലേ, അത് വളർന്നു വന്നുള്ള ലെയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി വളരാൻ ഭയങ്കര താമസമായിരിക്കും, നമുക്ക് ചെറിയ യു കട്ട് അടിച്ച് വിടാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നു മുടി മുറിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു യു കട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അത്ര ഭംഗിയായൊന്നും ആയില്ല, എന്നാലും ഞാൻ നിറച്ച് എണ്ണയൊക്കെ പൊത്തി വെക്കുന്ന ആളായതുകൊണ്ട് അത്ര രസമൊന്നും വന്നില്ല. ഇനി ഷാമ്പൂ ഇട്ട് പതപ്പിച്ചാലേ രസമൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എൻ്റെ മുടി മൊത്തം മുറിച്ചങ്ങ് കളഞ്ഞു കേട്ടോ. അയ്യോ അങ്ങനെ മുടിയൊക്കെ പോയി. പിന്നെ ക്രിസ്മസിൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ബാഗും കുറേ സാധനങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് ട്രോളി എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മളതൊരു സാധനമൊക്കെ തള്ളിക്കൊണ്ട് കണ്ണി കണ്ട സാധനം ഒരു ലിസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടാണ് വന്നത്. അതെല്ലാം എടുത്തുട്ടോ. പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുന്നുണ്ട്, ഞാനും അമ്മയും അടുക്കളയിലോട്ടും അല്ലാതെ ഞങ്ങൾക്ക് വേണ്ട കുണസാ സാധനങ്ങളെല്ലാം പെറുക്കി എടുത്തു കേട്ടോ. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാശ് ചിലവാകുമെന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചെടുക്കല്ലേ. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നേ.